ഹലോ, വെൽക്കം ടു അജയ് കിച്ചൺ. ഇന്നും ഫിഷ് തന്നെയാണ്, ഫിഷ് ഫ്രൈ. ഒരു വ്യത്യസ്തമായ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അതിനു വേണ്ടി കണ്ടില്ലേ, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതെടുത്ത് ഈ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു വലിയ പച്ചമുളക് അത് ഇതിനകത്തിട്ട് എൻ്റെ 3 മീനേ ഉള്ളേ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ അളവിനാണ് പറയുന്നത്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു കുഞ്ഞു അല്ലി വെളുത്തുള്ളിയെ അത് ഒരു 7-8 ഉണ്ട്, അതും ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു 6 കഷ്ണം സാമ്പാർ ഉള്ളി, ചെറിയ ഉള്ളിയില്ലേ, അതും ഇട്ട് കൊടുത്ത്, പിന്നെ ഇത് ഞാൻ പുതിന എടുത്തേക്കണേ. നമുക്ക് വേണമെങ്കിൽ മല്ലിയില എടുക്കാം, പുതിന ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില ഉപയോഗിക്കാം. ഞാൻ പുതിന എടുത്തിട്ടേക്കുന്നത് ഒരു കുറച്ച് ഇല, ഒരു 10-20 ഇല. മതി, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1-1.25 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒന്ന് 2 ടീസ്പൂൺ പിരിയൻമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കടലമാവേ, പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തോണ്ടേ. നമ്മൾ അരച്ചെടുത്ത മസാലയില്ലേ, ഒരു ശകലം, ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടെ എടുത്ത് ഒഴിച്ച് അരച്ചെടുക്കണേ. അതിനകത്ത് ആ മസാല ഈ മീനിലോട്ട് വരണേ. നല്ലതുപോലെ അകത്തോട്ടൊക്കെ തേച്ച് കൊടുക്കുക. ഇതിനകത്തുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കേ, ഞാൻ ഒഴിക്കുന്നില്ല. ഇത് നല്ല മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, വെളിയിൽ തന്നെ അടച്ചു വെച്ചേക്കെ. നല്ലപോലെ അരപ്പ് തേച്ച് വെച്ചേക്കണം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഒരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ, അടച്ച് വെച്ചേക്കാം. നമ്മൾ മീൻ എടുക്കേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഈ ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അടുപ്പ് കത്തിക്കാം. പാത്രം ചൂടാകട്ടെ. നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അജയ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇത് മതി. എണ്ണ ചൂടാവട്ടെ. നമ്മുടെ ഈ ചൂടായ എണ്ണയിലോട്ട് ഈ അരപ്പ് വെച്ചേക്കുന്ന മീനില്ലേ, അങ്ങോട്ട് കൊടുക്കാം.
ഇനി ഇത് തീ നമുക്ക് കുറയ്ക്കേ. തീ തീരെ കുറയ്ക്കാം. ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കട്ടെ. ഇത് കാര്യം തീ ഒന്ന് അത്രയും തുറച്ച് വെക്കണ്ട. ഒരു അങ്ങനെ കുറച്ചിട്ട് ഇതൊരു 3 മിനിറ്റ് ഇങ്ങനെ നമുക്ക് അടച്ചു വെച്ച് ഫ്രൈ ചെയ്യേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ ഫിഷ് നോക്കേ. 3-4 മിനിറ്റായി. ചെറിയ തീയിലല്ലേ. മാവല്ല അല്ലേ, കരിഞ്ഞു പോകും. മാവല്ല, മസാലയല്ലേ. നമ്മൾ ഫിഷ് ഇങ്ങനെ ചെറിയ തീയിൽ അടച്ചിട്ട് കൊടുത്താൽ അതിനകത്ത് ഉപ്പും ഉപ്പും എല്ലാം പിടിക്കും. ഇനിയിപ്പോൾ അടയ്ക്കണ്ട. ഈ ഒരടപ്പ് മതി. ഇനി ഇത് ഈ ചെറിയ തീ തന്നെ ഒന്ന് മസാല മൂക്കുന്നവരൊന്ന് കിടക്കട്ടെ. ഇതുപോലെ ഒരു 3-4 മിനിറ്റ് കിടക്കട്ടെ. ഒരു 3-4 മിനിറ്റ് ഇപ്പോഴും ആയിട്ടുണ്ടേ. കാര്യം ചെറിയ മാവ് കരിയരുത്. അതാണ് തിരിച്ചിട്ട് ഒന്നുകൂടെ തിരിച്ചു കൊടുക്കാം. കാര്യം ഇത് അടച്ച് വെച്ച് കഴിച്ച വശമല്ലേ, അതൊന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആദ്യം ഇടണ്ട. ഇതിനിട്ട് തീ കൂട്ടരുതേ. തീ കൂട്ടിപ്പോയാൽ കരിഞ്ഞു പോകും. ഒരു മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. നമ്മളെ ഫിഷ് റെഡിയായി. നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റേ. ഗ്യാസ് ഓഫാക്കി കണ്ടില്ലേ നമ്മുടെ പുതിന ഫിഷ് കറി. അല്ല, ഫിഷ് കറി ഇല്ല, സോറി, ഫിഷ് ഫ്രൈ. അടിപൊളി ടേസ്റ്റ് ആയതേ. ഇത് പുതിനയുടെ മണം ഇഷ്ടമില്ലാത്തത് ഇതിന് പകരം മല്ലി ചേർക്കാം, മല്ലിയില. അപ്പോൾ നല്ല ടേസ്റ്റായത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.